ജെറമ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 41 അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അതേ വർഷം 7-ാം മാസം എലീഷാമയുടെ മകനായ നെത്താനിയായുടെ പുത്രനും രാജവംശജനും രാജാവിന്റെ സേവക പ്രമുഖരിൽ ഒരുവനുമായ ഇസ്മായേൽ 10 ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്പായിൽ അഹിക്കാമിന്റെ പുത്രൻ ഗെദല്യായുടെ അടുത്ത് ചെന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന 10 പേരും എഴുന്നേറ്റ് ഷാഫാന്റെ പുത്രനായ അഹിക്കാമിന്റെ പുത്രനും ബാബിലോൺ രാജാവ് ദേശത്തിന്റെ ഭരണാധികാരിയായി നിയമിച്ചവനുമായ ഗെദല്യായെ വാൾ കൊണ്ട് വധിച്ചു. ഗെദല്യായോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദരെയും കൽദായ യോദ്ധാക്കളെയും ഇസ്മായേൽ സംഹരിച്ചു. ഗെദല്യായെ വധിച്ചതിന്റെ പിറ്റേ ദിവസം, അത് പരസ്യമാകുന്നതിനു മുൻപ്, ഷെക്കേം, ഷീലോ, സമരിയ എന്നിവിടങ്ങളിൽ നിന്ന് 80 പുരുഷന്മാരെ മുഖം ക്ഷൗരം ചെയ്തും വസ്ത്രങ്ങൾ കീറിയും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും കർത്താവിന്റെ ആലയത്തിൽ കാഴ്ചകളും ധൂപവും സമർപ്പിക്കാൻ വന്നു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ മിസ്പായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ വിലപിച്ചുകൊണ്ടുവന്നു. അവരെ കണ്ടപ്പോൾ അഹിക്കാമിന്റെ പുത്രനായ ഗെദല്യായുടെ അടുത്തേക്ക് വരുവൻ എന്ന് പറഞ്ഞു. അവർ നഗരത്തിലെത്തിയപ്പോൾ നെത്താനിയായുടെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അവരെ വധിച്ച് ഒരു കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മായേലിനോട്, തങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഗോതമ്പ്, ബാർലി, എണ്ണ, തേൻ എന്നിവ സംഭരിച്ച് വയലിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അതിനാൽ അവൻ അവരെ മറ്റുള്ളവരോടൊപ്പം വധിച്ചില്ല. ഇസ്മായേൽ കൊന്നവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ട കിണർ ഇസ്രായേൽ രാജാവായ ബാഷായഫ എന്ന ആസ രാജാവ് സ്വരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. നെത്താനിയായുടെ മകനായ ഇസ്മായേൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു. അതിനുശേഷം അവൻ മിസ്പായിൽ അവശേഷിച്ച എല്ലാവരെയും, രാജകുമാരികളെയും സേനാനായകന്മാരെയും നെബൂസരദാൻ അഹിക്കാമിന്റെ മകനായ ഗെദല്യായെ അവശേഷിച്ചവരെയും തടവുകാരാക്കി അമ്മോന്യരുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു. നെത്താനിയായുടെ മകൻ ഇസ്മായേൽ വരുത്തിവെച്ച അനർത്ഥങ്ങൾ കരേയായുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും അറിഞ്ഞു. അവർ യോദ്ധാക്കളെയും കൂട്ടി ഇസ്മായേലിനെതിരെ പുറപ്പെട്ടു. ഗിബിയോനിലുള്ള വലിയ കുളത്തിനരികെ വെച്ച് അവനുമായി ഏറ്റുമുട്ടി. കരേയായുടെ പുത്രനായ യോഹന്നാനെയും പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായേലിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അത്യധികം സന്തോഷിച്ചു. മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയ എല്ലാവരും ഇസ്മായേലിനെ വിട്ട് കരേയായുടെ മകൻ യോഹന്നാനോട് ചേർന്നു. എന്നാൽ ഇസ്മായേൽ 8 പേരോടൊപ്പം യോഹന്നാനിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മോന്യരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഗെദല്യായെ വധിച്ചതിനു ശേഷം ഇസ്മായേൽ മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുവന്ന യോദ്ധാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഷണ്ഡന്മാരെയും യോഹന്നാനും പടത്തലവന്മാരും കൂട്ടിക്കൊണ്ടുപോയി. അവർ ബെത്ലഹേമിന് സമീപം കിംഹ താവളത്തിൽ താമസിച്ചു. ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശത്തെ ഭരണാധികാരി ബാബിലോൺ രാജാവ് നിയമിച്ച ഗെദല്യായെ ഇസ്മായേൽ വധിച്ചതിനാൽ കൽദായരെ ഭയപ്പെട്ടു.